ഇതാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയ ചക്കക്കുരു പ്രഥമൻ. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ശർക്കര കയ്യിലില്ലാത്തവർ ഇതെടുത്താൽ മതി. നമ്മളെ പഞ്ചസാര ചേർത്താൽ മതി. പിന്നെ അതല്ലാതെ ഇടയ്ക്കെന്ന് പറഞ്ഞാൽ തേങ്ങ അരിഞ്ഞ് നെയ്ക്കകത്ത് വറുത്ത് മാത്രം ഇട്ടാൽ മതി. അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇല്ലെങ്കിൽ നമ്മളെ കയ്യിലുള്ള സാധനം വെച്ച് വളരെ ടേസ്റ്റിയായൊരു സാധനം ഉണ്ടാക്കാൻ പറ്റും. ഇനി അഥവാ ചൗവരി കയ്യിലില്ലെങ്കിൽ ഇച്ചിരി മൈദാമാവ് കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ കോൺഫ്ലവർ കലക്കി ഒഴിക്കുക, അരിപ്പൊടി കലക്കി ഒഴിക്കാം. അരിപ്പൊടി മതി കലക്കി ഒഴിക്കാൻ. അങ്ങനെ ഈ ചക്കക്കുരു പ്രഥമൻ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയാണ്. തേങ്ങാപ്പാൽ തന്നെ ചേർക്കണം, പശുമ്പാലൊന്നും ചേർക്കില്ല. ഇനി ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോകാം. ഞാനൊരു 15 ചക്കക്കുരുവാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ചക്കക്കുരുവാണ്, ഒരു 15 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതിനും വലിയ ചക്കക്കുരുവാണെങ്കിൽ 10 ആയാലും മതി. നിങ്ങൾക്ക് എന്തുമാത്രം സാധനം ആവശ്യമുണ്ടെന്ന് വെച്ചാൽ അതനുസരിച്ച് എല്ലാ സാധനവും കൂട്ടാവുന്നതാണ്. എല്ലാ സാധനത്തിൻ്റെ അളവ് കൂട്ടാം. പിന്നെ കുറച്ച് ചൗവരി എടുത്തിട്ടുണ്ട്. അപ്പോഴേ ഈ ചക്കക്കുരു വേവിച്ചുകൊണ്ട് വരാം. അപ്പോഴാ ചക്കക്കുരു വേവിച്ചുകൊണ്ട് വരുന്ന സമയത്ത് നമുക്ക് ഈ ചൗവരി ഒന്ന് വെള്ളം ഒഴിച്ച് കുതിരാൻ വയ്ക്കാം. ഇപ്പം ഞാൻ ഇവിടെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ട്. അതൊന്ന് പാനിയാച്ചി എടുക്കാം. അത് പാനിയാച്ചി എടുക്കുന്ന സമയത്ത് പാനിയാച്ചി ആറി വരുമ്പോഴത്തേക്ക്, ആറിയില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കേണ്ടി വരും. അപ്പോഴതുകൂടെ എടുത്തിട്ട് വരാം. ഇപ്പോൾ ഞാൻ ഇവിടെ ശർക്കര പാനിയാച്ചി എടുത്തിട്ടുണ്ട്. 2 തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട്. കപ്പിൽ 2-ാം പാലും പിന്നെ തനിപ്പാലും. പിന്നെ ചക്കക്കുരു ഇവിടെ വേവിച്ചത് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നല്ല പൊടിയായിട്ടല്ല, ചെറിയ തരികളൊക്കെ ഉണ്ട്, അത് വേണം നമുക്ക്. പിന്നെ ചവ്വരി ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനി തയ്യാറാക്കുന്നതിലേക്ക് പോകാം. പിന്നെ അതിലേക്ക് 1 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്കിന്നെ തേങ്ങയും കുറച്ച് തേങ്ങ വറുത്തെടുക്കണം, അരിഞ്ഞെടുത്ത. തേങ്ങ ഇനി കോരിയതിന് ശേഷം അണ്ടിപ്പരിപ്പിട്ട് മൂപ്പിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ മുന്തിരിങ്ങയും കൂടെ ഇട്ട് കൊടുക്കുക. ഇതിന് കോരിയെടുക്കുക. ഇനി ഈ എണ്ണ നമുക്ക് മാറ്റാം. എണ്ണ ഞാൻ മാറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ പാത്രത്തിലോട്ടാണ്. എണ്ണയല്ല, നെയ്യാണ്. സോറി, ഇത് വറുക്കാൻ ഒഴിച്ച നെയ്യ്. ഇത് വറുത്തെടുത്തതിൻ്റെ ബാക്കി ആ പാത്രത്തിലേക്ക് മാറ്റാം. അത് മൂത്ത നെയ്യായതുകൊണ്ട് ചൂടായ നെയ്യല്ലേ. അപ്പോൾ അതിലേക്ക് ചക്കക്കുരു അങ്ങ് ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. നെയ്യ് അത്രയും മതി, ഇനി കൂടുതൽ ഒഴിക്കുകയൊന്നും വേണ്ട. ഇപ്പോഴേ ചക്കക്കുരു നെയ്ക്കകത്ത് മൂത്ത് നല്ലപോലെ വരണ്ട് വരണം. വരണ്ട് എന്ന് ഉറപ്പാകുമ്പോഴത്തേക്ക് ആ നെയ്യ് ഇതിനകത്ത് പിടിക്കണം, ആ നെയ്യുടെ മണമെല്ലാം. ഇപ്പോൾ വരണ്ട് എന്ന് ഉറപ്പാകുമ്പോൾ നമ്മൾ ഈ ശർക്കര പാനി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഈ ശർക്കരയും അതിൻ്റെ അകത്ത് പിടിക്കണം. അപ്പോൾ ആ ശർക്കര വെള്ളമെല്ലാം ഞാൻ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. അത് ഇനി ഇതിൽ കിടന്ന് വെന്ത് ഈ ചക്കക്കുരുവിനകത്ത് ആ ശർക്കരയും പിടിക്കണം. ഇപ്പോഴിത് നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെച്ചിരിക്കുന്ന ഈ ചവ്വരി ഉണ്ടല്ലോ, കുതിരാൻ വെച്ച ചവ്വരി, അത് ആ വെള്ളത്തോടു കൂടി തന്നെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതീ കിടന്ന് വേവണം. നമുക്ക് ഈ പരുവത്തിലാണ് കിട്ടിയിരിക്കുന്നത്. ഇത് നല്ലതുപോലെ വെന്തോളും കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ 2-ാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാൽ. അത് ഒഴിച്ചു കൊടുക്കണം. അതൊഴിച്ച് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇതിലേക്ക് ഇനി 1 നുള്ളു ഉപ്പും 1 നുള്ളു ചുക്കുപൊടിയും കൂടെ ഇട്ട് നല്ലതുപോലെ ഇളക്കാം. അപ്പോൾ നമ്മൾ ആ 2-ാം പാൽ തയ്യാറാക്കി വെച്ചിരുന്നതിൽ നിന്ന് കുറച്ച് പാലെടുത്ത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൊടി കലക്കി വെച്ചിരുന്നു. ഇതിനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇതിനി ഇളക്കി കൊടുക്കാം.
ഇപ്പോഴെല്ലാവരും ആ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി ആ തീ ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം നമ്മൾ ആ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ 1/4 പാൽ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. ഇനി നമ്മൾ തീ കൂട്ടാൻ പാടില്ല. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആ തേങ്ങ അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കാം. നമ്മൾ ചക്കക്കുരു പ്രഥമൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി തീ ഓഫാക്കി അടച്ചിടാം. അപ്പോൾ ടേസ്റ്റിയായ ചക്കക്കുരു പ്രഥമൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആരും മറക്കരുത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഭയങ്കര ടേസ്റ്റാണ്. വിശ്വസിക്കാൻ പറ്റത്തില്ല ഇത് ചക്കക്കുരു കൊണ്ടുണ്ടാക്കിയതാണെന്ന്. അത്ര ടേസ്റ്റിയായൊരു സാധനം ചക്കക്കുരു പ്രഥമൻ. അപ്പോഴേ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരാം. എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.